ഹായ്. മനസ്സ് പറയുന്നത് ശരീരം പ്രവർത്തിക്കും. പ്രശ്നങ്ങൾ നേരിടുമ്പോൾ ജീവിതം മടുത്തിട്ട് എങ്ങനെയെങ്കിലും എല്ലാം ഒന്ന് അവസാനിച്ചാൽ മതിയെന്ന് ചിലപ്പോഴെങ്കിലും നിരാശയോടെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? എങ്കിൽ ഒന്ന് ഓർത്തുകൊള്ളൂ, നിങ്ങൾ വലിയ രോഗങ്ങളെ ക്ഷണിച്ചു വരുത്തുകയാണ്. നിരാശയിൽ നിന്നാണ് ശരീരം കടുത്ത രോഗങ്ങൾക്ക് അടിമപ്പെടുന്നത്. എപ്പോഴും പോസിറ്റീവായി മാത്രം ചിന്തിക്കുന്നവർക്ക് ദീർഘായുസ് ഉണ്ടാകുമെന്നാണ് ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത്. മനസ്സിന്റെ ആരോഗ്യമാണ് ശരീരത്തിന്റെ പ്രതിരോധ ശേഷിയെ നിലനിർത്തുന്ന നിർണായക ഘടകം. പോസിറ്റീവായി മാത്രം ചിന്തിക്കുന്നവർക്ക് മറ്റുള്ളവരെ അപേക്ഷിച്ച് കൂടുതൽ പ്രതിരോധ ശേഷിയുള്ളതായി ഡോക്ടർമാർ സമ്മതിച്ചിട്ടുണ്ട്. വിവിധ പ്രായത്തിലുള്ള വ്യത്യസ്ത മാനസികാവസ്ഥയിലൂടെ കടന്നുപോകുന്ന ഒട്ടേറെ പേരിൽ നടത്തിയ സർവേയിൽ നിന്നാണ് ഈ നിഗമനം. അതുകൊണ്ട് നിങ്ങളും ജീവിതത്തിൽ പോസിറ്റീവായി മാത്രം ചിന്തിക്കാൻ ശീലിക്കുക. നല്ല സൗഹൃദങ്ങളും വിനോദങ്ങളും നിങ്ങളുടെ മനസ്സിനെ പോസിറ്റീവായി നിലനിർത്തും. നിഷേധാത്മക ചിന്തകളെ പൂർണ്ണമായും നമുക്ക് അകറ്റി നിർത്താം. ആശങ്കകളെ ആവേശമാക്കി മാറ്റാനുള്ള ചിന്താശക്തിയാണ് നമുക്ക് വേണ്ടത്. കഷ്ടപ്പാടുകളും തോൽവികളും പരിഹാസങ്ങളും മനുഷ്യജീവിതത്തിലെ അനിവാര്യതകളാണ്. നമുക്കവയെ തള്ളിക്കളയാനാവില്ല. അവയെ അഭിമുഖീകരിക്കാനുള്ള ചിന്താശക്തിയാണ് ജീവിത വിജയത്തിന്റെ വജ്രായുധം. ഏറ്റവും താഴ്ന്ന പടിയിൽ നിന്നുപോലും മുകളിലേക്ക് മാർഗങ്ങളുണ്ടാകും. അതിനാൽ പിന്നിലായിപ്പോയെന്ന് കരുതി ഒരിക്കലും നിരാശപ്പെടരുത്. നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? എത്ര ഉയരമുള്ള സ്ഥലത്തും പാതകൾ നിങ്ങളുടെ കാലിന്റെ കീഴിലാണ്. ഏതുയരത്തെയും മനസ്സുണ്ടെങ്കിൽ നിഷ്പ്രയാസം നമുക്ക് കീഴടക്കാം. ഹാവ് എ നൈസ് ഡേ.